താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന്. പലപ്പോഴും എന്നെ കേൾക്കുന്ന നിങ്ങളുടെ അല്ല എൻ്റെയും നമ്മുടെ എല്ലാം ഒരു പരാതിയാണ്, നമ്മെ ആരും ഓർക്കുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ ആരും ഓർക്കുന്നില്ല. അതേക്കുറിച്ച് ആർക്കും ഒരു വിചാരവുമില്ല. നമ്മൾ അതേക്കുറിച്ച് വിചാരപ്പെട്ട് ആദ്യം പിടിച്ചിരിക്കുക അല്ലേ? പക്ഷെ മറ്റുള്ളവർക്ക് ഒരു കൂസലും ഇല്ല. മകൻ്റെ ഫീസ് അടയ്ക്കാനുള്ള ഡേറ്റ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്തിന്? പുറത്തുള്ളവരോട് മാത്രമല്ല, അകത്തുള്ള ഭാര്യയോട് അല്ലേ? അങ്ങനെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അവർക്കാണെങ്കിൽ ഒരു കൂസലും ഇല്ല. അതേക്കുറിച്ച് അവർ ബോധേഡാകുന്നതേ ഇല്ല. ഇവിടെ ടെൻഷനാ. അയ്യോ അയ്യോ, എന്ത് ചെയ്യും? എങ്ങനെ ഫീസ് അടയ്ക്കും? ആരോട് ചോദിക്കും? ആര് തരും? അല്ലേ? ഇങ്ങനെ പല നിലകളിൽ നമുക്ക് പല ആവശ്യങ്ങളുണ്ട്. അതേക്കുറിച്ച് നമ്മൾ വിചാരപ്പെട്ട് നടക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തെക്കുറിച്ചും നമ്മെക്കുറിച്ചും ആർക്കും ഒരു മൈൻഡും ഇല്ല അല്ലേ? ഇനി അങ്ങനെ അല്ല എന്ന് ഞാൻ പറയുന്നത് നിങ്ങളാരും തെറ്റിദ്ധരിക്കുകയും വേണ്ട. അങ്ങനെയാണ്. നിങ്ങൾ മനസ്സിലാക്കിയത് സത്യമാണ്. ലോകം അങ്ങനെയാണ്. നിങ്ങൾ ഓർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും അവർ ഓർക്കത്തേയില്ല. എന്നാൽ ഓർക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഒരു വീഴ്ച, സംസാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അവരെ വേദനിപ്പിച്ച ഒരു അനുഭവം ഇല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കും അവരൊന്നും മറന്നിരുന്നെങ്കിൽ. മറക്കത്തില്ല, ഒരിക്കലും മറക്കത്തില്ല. അതിൻ്റെ ഫലമായി ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നത് കുത്തുവാക്കുകളായി, പരിഹാസമായി, നിന്ദയായി. പറയേണ്ട, ഓർത്ത് സങ്കടപ്പെടുകയും വേണ്ട. ഇത് മനുഷ്യനെ സംബന്ധിച്ച് ശരിയാ. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്, ഓർക്കേണ്ടത് ഓർക്കുകയും ഓർക്കേണ്ടാത്തതിനെ മറന്നു കളയുകയും ചെയ്യുന്ന ഒരുവനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അതാരെക്കുറിച്ചാണ്? നമ്മുടെ ദൈവത്തെക്കുറിച്ച് തന്നെ. അപ്പോൾ എന്ത് ദൈവം ഓർക്കുന്നു, എന്തിനെ ദൈവം മറന്നു കളയുന്നു, അതേക്കുറിച്ചാണ് പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ. ദൈവം നിങ്ങളെ ഓർക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 21-22 വാക്യങ്ങളെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബേ, ഇത് ഓർത്തുകൊള്ളുക, ഇസ്രായേലേ, നീ എൻ്റെ ദാസനല്ലോ, ഞാൻ നിന്നെ നിർമ്മിച്ചു, നീ എൻ്റെ ദാസൻ തന്നെ. ഇസ്രായേലേ, ഞാൻ നിന്നെ മറന്നു കളയുകയില്ല. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ നാവായി പ്രവാചകനായ യെശയ്യാവ് ദൈവത്തിന്റെ ജനത്തോട് അറിയിക്കുകയാണ്, ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. അതേ, നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന്, പ്രതികൂലങ്ങളിൽ നിന്ന്, കഷ്ടതയിൽ, കണ്ണുനീരിൽ നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. അതേ, പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ജനം കേട്ട ശബ്ദം അതേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ആ പ്രശ്നത്തിൽ നിന്ന് സഹോദര, സഹോദരി, നിന്നെ എൻ്റെ ദൈവം വീണ്ടെടുക്കും. അതേ, ആ കടത്തിൽ നിന്ന് എൻ്റെ ദൈവം നിന്നെ വീണ്ടെടുക്കും. ആ ദാരിദ്ര്യത്തിൽ നിന്ന് എൻ്റെ ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. ആ രോഗത്തിൽ നിന്ന് എൻ്റെ ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. ആ തകർച്ചയിൽ നിന്ന് എൻ്റെ ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. അതേ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എത്ര വലുതായിരുന്നാലും, അതേ സാഹചര്യം എത്രമാത്രം പ്രതികൂലമായി മാറിക്കൊണ്ടിരുന്നാലും കേൾക്ക്, ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. അവിടെ നിന്ന് നിങ്ങളായിരിക്കുന്ന കണ്ണുനീരിൻ്റെ, നിരാശയുടെ, വേദനയുടെ, ആരും ഓർക്കാതെ തള്ളിക്കളഞ്ഞ, അതെ അത് തന്നെ, ആരും ഓർക്കാതെ തള്ളിക്കളഞ്ഞ ആ സ്ഥാനത്ത് നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. നിങ്ങളുടെ ആവശ്യ ഭാരങ്ങളുമായി വിചാരപ്പെട്ട് വേദനപ്പെട്ട് കണ്ണുനീരോടെ ആയിരിക്കുന്ന അതേ സ്ഥാനത്ത് നിന്ന് ദൈവം നിങ്ങളെ വീണ്ടെടുക്കും. നിങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം അവൻ നിങ്ങളെ ഓർക്കുന്നു. ഓ താങ്ക് ഗോഡ്. ചിന്തയ്ക്കായി വായിച്ച 44-21 വ്യക്തമാക്കിയിരിക്കുന്നു, ദൈവം നിങ്ങളെ മറക്കുന്നില്ല, ദൈവം നിങ്ങളെ മറന്നു കളയുന്നില്ല. തുടക്കം ഇങ്ങനെയാണ്, നിങ്ങൾ അത് മറന്നു പോകരുത്. അത് തന്നെ ഈ പകലിലും നിങ്ങളോട് സന്തോഷത്തോടെ വിളിച്ചു പറയട്ടെ, നിങ്ങൾ മറന്നു പോകരുത്. ദൈവം നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല. അതേ, ദൈവം നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല. നിങ്ങൾക്കൊപ്പം ഒത്തിരി പേരെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനോമുഖത്തിലേക്ക് അവരുടെ മുഖങ്ങൾ കടന്നു വരും. പലപ്പോഴായി നിങ്ങളോട് പറഞ്ഞ പല പല വാഗ്ദത്തങ്ങൾ, ഞാൻ കൂടെ കാണും, ചത്താലും കൊന്നാലും. ആര് പറഞ്ഞതുപോലെ? നമ്മുടെ പത്രോസ് അപ്പോസ്തലൻ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞതുപോലെ, യേശുവേ, നിനക്ക് വേണ്ടി ഞാൻ ചത്തുകളയും കേട്ടോ. ഓ, അങ്ങനെ പറഞ്ഞത്, നിനക്ക് വേണ്ടി ഞാൻ ചത്തുകളയും. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഒരു വേലക്കാരിയുടെ മുമ്പേ ഇവനെ എനിക്ക് അറിയത്തില്ല എന്ന് പറയുക മാത്രമല്ല രാകുകയും. അയ്യോ, ചില പത്രോസുമാരെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുക. ഭാരപ്പെടേണ്ടതേ. ആമേൻ. ഓർക്കേണ്ടവരാ, ഓർക്കുമെന്ന് ഉറപ്പുള്ളവരാ, പക്ഷേ മനഃപൂർവ്വമായി മറന്നു കളയുന്നു. നിങ്ങളുടെ ആവശ്യം വലുതായിരിക്കുമ്പോൾ, അല്ലേ,
നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നത്തിൻ്റെ തീവ്രത വലുതായിരിക്കുമ്പോൾ ഈ ഓർക്കുമെന്ന് നിങ്ങൾ കരുതുന്നവരൊക്കെ അകന്നകന്നു പോകും. അതിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ കാണും യേശുവിന് പത്രോസിനെ പോലെ. ബന്ധുക്കളായി, ചാർച്ചക്കാരായി, സ്വന്തം ഭാര്യ കണ്ടേക്കാം, മക്കൾ കണ്ടേക്കാം. ഇന്നത്തെ കാലം അത് ആരും വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. മാതാപിതാക്കൾ കണ്ടേക്കാം, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ. ഇന്നലകളിൽ നിങ്ങൾ ഓർത്തത് കൊണ്ട് മാത്രം ഇന്ന് നിലനിൽക്കുന്നവരും കണ്ടേക്കാം. അത് വലിയ വേദനയാണ്. ഞാൻ ഇന്നലെ അവനെക്കുറിച്ച് ഓർത്തത് കൊണ്ട്, അവൻ്റെ ആവശ്യം മറന്നുപോകാതെ ഓർത്തത് കൊണ്ട് സങ്കടമല്ലേ? അതിനുവേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചു. ഭർത്താവ് പോലും അറിയാതെ കഴുത്തിലും കാതിലും കിടന്നതൊക്കെ ഊരിക്കൊടുത്ത്, കടം വാങ്ങിക്കൊടുത്ത് സഹായിച്ച നിന്റെ പ്രാണ സ്നേഹിത ഇന്ന് ഓർക്കുന്നില്ലെന്ന് മാത്രമല്ല, മുട്ടം പണി തന്നുകൊണ്ടിരിക്കുക. അയ്യോ, ഓർക്കേണ്ടവർ ഓർക്കുന്നില്ല. അങ്ങനെ ഓർക്കാത്ത, നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടാത്ത ഒത്തിരി പേർ ചുറ്റുമുള്ളപ്പോൾ നിങ്ങൾ ഓർക്കുക. നിങ്ങൾ മറന്നു പോകരുത്, നിങ്ങളെ മറക്കാത്തൊരു ദൈവം. ആമേൻ. എങ്ങനെ ദൈവത്തിനിത് സാധിക്കുന്നു? പലരും നമ്മെ ഓർക്കാതിരിക്കുന്നതിന് കാരണമായി പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പലർക്കും ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ ചില വീഴ്ചകൾ, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മളവരെ വേദനിപ്പിച്ച, അവർക്ക് വിരോധമായി സംസാരിച്ച, അല്ലേ, ആ കാര്യങ്ങൾ അതങ്ങനെ ഓർമ്മിച്ച് പുറത്ത് കൊണ്ടുവന്നിട്ടാ നമ്മുടെ ആവശ്യങ്ങൾ ഓർക്കാതിരിക്കുന്നു. പക്ഷെ ദൈവമോ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വന്നുപോയ കുറവുകളെ, നമ്മുടെ പിഴകളെ ദൈവം ഓർക്കുന്നില്ല, ദൈവം കണക്കിടുന്നില്ല. വളരെ മനോഹരമായിട്ട് ആ ഭാഗം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ദൈവം നമ്മുടെ കുറവുകളെ മറക്കുന്നത്? നോക്കിയേ, 22-ാമത്തെ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം. ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. അയ്യോ, കാലവർഷക്കെടുതി വൻമഴയായി പെയ്തിറങ്ങുന്ന സമയം, പേടിച്ച് വീട്ടിനകത്തിരിക്കും. പുറത്തേക്ക് നോക്കിയാൽ ഇരുട്ട് മാത്രമാണ്. മേഘം കൊണ്ട് അന്തരീക്ഷം മൂടും, സൂര്യപ്രകാശം താഴെ എത്തത്തില്ല. പക്ഷേ നല്ലൊരു കാറ്റ് വീശിയാൽ മേഘം കാണത്തില്ല. അതെ, അത് തന്നെ കർത്താവ് പറയുക. ആ മേഘങ്ങളെ പോലെ നിന്റെ പാപത്തെ ഞാൻ മായ്ച്ചു കളയും. വേറെ നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകൾ, പാപം, നിങ്ങൾ ദൈവത്തോട് ചെയ്തത്, ഇന്നലകളിൽ എല്ലാം നന്നായി പോയിക്കൊണ്ടിരുന്നപ്പോൾ ചേർന്ന് നിൽക്കേണ്ട സ്ഥാനത്ത് അകന്നു പോയത്, അതൊരു കുറവാണ്. ലോകത്തിൻ്റെ സന്തോഷം ആവോളം കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ, ബന്ധുക്കളും സുഹൃത്തുക്കളും ചാർച്ചക്കാരും എല്ലാം ഒപ്പം ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സ്വാഭാവികമാണ്. ആമേൻ. അത് കർത്താവിന് നല്ലതുപോലെ അറിയാം, മറ്റാർക്കും മനസ്സിലാവത്തില്ല. മറ്റെല്ലാവരും കുറ്റം പറയും. നീ അങ്ങനെ മാറിപ്പോയത് കൊണ്ടാണ്, നീ അങ്ങനെ അകന്നു പോയത് കൊണ്ടാണ്, അന്ന് അത് ചെയ്യാത്തത് കൊണ്ടാണ്, ഇങ്ങനെ പറഞ്ഞ് കുറ്റം പറയും. പക്ഷെ ദൈവം അങ്ങനെ പറയത്തില്ല. ആമേൻ. ദൈവം അതിനെ മറന്നു കളയും. നിന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, നീ ചെയ്ത പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തിനും വചനത്തിനും വിരോധമായി നീ ജീവിച്ചത്, ദൈവത്തിനും നിനക്കും വിരോധമായി നീ ചെയ്തത് ദൈവം മറന്നുകളയും. അതേക്കുറിച്ച് വളരെ വ്യക്തമായി 1-ാം അധ്യായത്തിൽ തന്നെ പ്രവാചകനിലൂടെ ദൈവം വിളിച്ചു പറയുന്നുണ്ട്. 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും അത് ഞാൻ ഹിമം പോലെ വെളുപ്പിക്കും. നിന്റെ പാപം എത്ര കടും ചുവപ്പായാലും. അവിടെ ദൈവം ഇങ്ങനെയാ പറയുന്നത്, വരുവേൻ നമുക്ക് തമ്മിൽ വാദിക്കാം. സ്തോത്രം, നമുക്ക് വാദിക്കാം. നീ എത്ര വലിയ പാപിയായിരുന്നാലും, നിന്റെ ജീവിതത്തിൽ എത്ര വലിയ കുറവുകൾ ഉണ്ടെങ്കിലും, എത്ര വലിയ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും, ലോകത്തിനും മനുഷ്യർക്കും ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, ആ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ, കടും ചുവപ്പായി തീർന്ന ആ പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം നിന്റെ കുറവുകളെ, നിന്റെ പാപത്തെ ഓർക്കത്തില്ല. അർത്ഥം, അവൻ നിന്നെ ഓർക്കും, നിന്റെ ആവശ്യങ്ങളെ ഓർക്കും. അതെ, ആ പാപത്തെ അവൻ ഓർക്കാത്തത് കൊണ്ട്, കുറവുകളെ അവൻ ഓർക്കാത്തത് കൊണ്ട് അവന് നിന്നെ ഓർക്കുവാൻ കഴിയും. നിന്റെ ആവശ്യങ്ങളെ ഓർക്കുവാനും, നിന്റെ ആവശ്യങ്ങൾക്ക് ഒത്തവണ്ണമുള്ളത് നിന്റെ ജീവിതത്തിൽ നൽകി തരുവാനും കഴിയും. അങ്ങനെ ഓർക്കേണ്ടാത്തതിനെ ഓർക്കാതെ നിങ്ങളെ ഓർത്ത്, നിങ്ങളുടെ ആവശ്യങ്ങളെ ഓർത്ത് ആ വീണ്ടെടുപ്പ് ഇങ്ങനെ സാധ്യമായി തീരും. അതെ, 44-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കുകയും വേണ്ട. പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ചിട്ടില്ലയോ, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുന്നു. അതേ, ദൈവം നിങ്ങളെ ഓർക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് അവൻ വിചാരപ്പെടുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സാക്ഷികളായി തീരും. അതേ പ്രിയരെ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള സാക്ഷികളായി മാറുവാൻ പോകുക. അതേ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന ആ ജോലി സ്ഥലത്ത് നീ ജീവനുള്ള ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുവാൻ പോകുക. അതേ, നിന്നെ അറിയുന്നവർ,
നിന്നോട് ഇന്നലകളിൽ ചോദിച്ചവർ പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിന്റെ ദൈവം എവിടെ? എന്തുകൊണ്ട് നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കുന്നില്ല? ഈ കഷ്ടതയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്നില്ല? ഈ കഠിനത നീ അനുഭവിക്കേണ്ടി വരുന്നു. അതെ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവർ, നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവർ അതെ പറയുവാൻ പോകുക, നിനക്കൊരു ദൈവമുണ്ട്, നിനക്കൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. അതെ, അവർ ഔവിധത്തിൽ പറയുവാൻ തക്കവണ്ണം ജീവനുള്ള ദൈവം നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് ജീവനുള്ള സാക്ഷിയാക്കി നിന്നെ നിർത്തുവാൻ പോകുക. അപ്പോ ചിന്ത ചെയ്താ ദൈവദാസനെ, അയ്യോ ഇതൊക്കെ നടക്കുമോ? സ്തോത്രം, കേൾക്കാൻ കൊള്ളാം, പക്ഷെ നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ആ ജോലി സ്ഥലത്ത് ആയിരിക്കുന്ന സാഹചര്യം. അയ്യോ, പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യമാ. എത്ര നാൾ മുമ്പോട്ട് പോകുവാൻ കഴിയുമെന്ന് അറിയത്തില്ല. അയ്യോ, എപ്പോൾ വേണമെങ്കിലും ജോലി നഷ്ടപ്പെടാം, വരുമാനമില്ലാത്തവനായി തീരാം, അല്ലെങ്കിൽ വരുമാനമില്ലാത്തവനായി ഞാൻ തീർന്നിരിക്കുന്നു. വലിയ പ്രശ്നത്തിന് മധ്യത്തിലാണ്, വലിയ പ്രശ്നത്തിന് മധ്യത്തിലാണ്. ഇല്ല, ഞാൻ ആഗ്രഹിക്കുന്നതും നിങ്ങൾ പറഞ്ഞതും അതെ എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ തക്കതൊന്നും ഞാനായിരിക്കുന്ന ജോലി സ്ഥലത്തില്ല, എൻ്റെ തൊഴിൽ മേഖലയിലില്ല. അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പിന്നെയും പറയുന്നു. അതേ 44-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. നിന്നെ നിർമ്മിച്ചവനും. ഓഹോ, സ്തോത്രം. അവൻ ഇത് ഒരു വെറും വാക്ക്, ഒരു മേനി പറച്ചിലല്ല. നിന്നെ നിർമ്മിച്ചവൻ, നിന്നെ സൃഷ്ടിച്ചവൻ, നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ നിന്നെ മെടഞ്ഞവൻ. സഹോദരി, സഹോദര, മാതാവേ, പിതാവേ, മക്കളെ കേൾക്ക്. അവനും നിങ്ങളും തമ്മിലുള്ള ബന്ധം അത്രമാത്രം വലുതാണ്. നിന്നെ നിർമ്മിച്ചവൻ, നിന്റെ മാതാവിൻ്റെ ഉദരത്തിൽ അവൾ പോലും അറിയുന്നതിന് മുമ്പേ നിന്നെ ഉരുവാക്കിയ ദൈവം, അവൻ പറയുന്നു അവൻ സകലവും ഉണ്ടാക്കും. നിനക്ക് വേണ്ടി അവൻ സകലവും ഉണ്ടാക്കും. അതേ, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്ത് നിന്റെ ആവശ്യങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാകുവാൻ, നീ ആഗ്രഹിക്കുന്നത് സംഭവിക്കുവാൻ തക്കവണ്ണം ദൈവം ചിലത് ഉണ്ടാക്കും, ചിലത് പുതുതായി സൃഷ്ടിക്കും. അതെ, ആ തൊഴിലവസരങ്ങളെ ദൈവം സൃഷ്ടിക്കും. അവസരമില്ലാത്തത് കൊണ്ടാണ് നിനക്ക് നിൽക്കുവാൻ കഴിയാത്തത്. അതെ, അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞു, ആ വേക്കൻറ്റ് ഇനി വേണ്ട, ആ വേക്കൻസി ഇനി ഇല്ല, അതുകൊണ്ട് നീ പുറത്തു പോകേണ്ടി വരും, നിനക്ക് ജോലി നഷ്ടപ്പെടും. കുറച്ച് ദിവസം കൂടെ ഞങ്ങൾ സാവകാശം തരാം, മറ്റൊന്ന് കണ്ടുപിടിക്കണം. അയ്യോ, ഈ വയസ്സാം കാലത്ത് ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാ? വല്ലാത്ത ഭാരമാ. കർത്താവ് പറയുക, നിനക്ക് വേണ്ടി കർത്താവ് വേക്കൻസികളെ ഉണ്ടാക്കും. യെസ്, നിനക്ക് വേണ്ടി കർത്താവ് തൊഴിലവസരങ്ങളെ ഉണ്ടാക്കും. യെസ്, അതെ, അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. എൻ്റെ കർത്താവ് എന്നെ കേൾക്കുന്ന ചിലർക്ക് വേണ്ടി വേക്കൻസികളെ ഉണ്ടാക്കിയ, തൊഴിലവസരങ്ങളെ ഉണ്ടാക്കിയ, യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നിനക്ക് ജോലി ചെയ്യുവാൻ വേണ്ടത് എന്താണോ അതവിടെ എൻ്റെ ദൈവം ഉണ്ടാക്കും. ആ രാജ്യത്ത് എൻ്റെ കർത്താവ് ഉണ്ടാക്കും. ആ സ്ഥാപനത്തിൽ എൻ്റെ കർത്താവ് ഉണ്ടാക്കും. ആ സ്ഥാപനം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു, ലാഭത്തിലായാൽ മാത്രമേ ലാഭം എൻ്റെ കർത്താവ് ഉണ്ടാക്കും. യെസ്, ആമേൻ. ആ സ്ഥാപനം ലാഭത്തിലാകുവാൻ പോകുക. നിനക്ക് ജോലി ചെയ്യുവാൻ തക്കവണ്ണം ആ സ്ഥാപനം, അതെ, ആ സ്ഥാപനം ലാഭത്തിലാകുവാൻ പോകുക. എങ്ങനെയെന്നോ വചനം പറയുന്നു, യോസേഫ് മുഖാന്തരം മിസ്രയീമ്യന്റെ ഭവനം അനുഗ്രഹിക്കപ്പെട്ടു. അതെ, നീ ഒരു ഭക്തനാണെങ്കിൽ നീ ഉള്ളയിടം അനുഗ്രഹിക്കപ്പെടും. അതെ സഹോദര, സഹോദരി, ജീവനുള്ള ഒരു ദൈവം നിനക്കൊപ്പം ഉള്ളത് കൊണ്ട് നീ ഉള്ളയിടം അനുഗ്രഹിക്കപ്പെടും. സഹോദരി, എൻ്റെ യേശു നിന്നെ ഓർക്കുന്നുണ്ട്. അതെ, എല്ലാവരും മറന്നു, മാതാപിതാക്കൾ മറന്നു, പ്രിയപ്പെട്ടവർ മറന്നു, ബന്ധുക്കൾ മറന്നു, സുഹൃത്തുക്കൾ മറന്നു. ആരും ഒപ്പം നിൽക്കുന്നില്ല, ആരും ഒപ്പം നിൽക്കുന്നില്ല. വല്ലാത്ത ഭാരമാണ്, കണ്ണുനീരോടെ, നിരാശയോടെ ആയിരിക്കുന്നു. കേൾക്ക്, എൻ്റെ യേശു നിന്നെ ഓർക്കുന്നുണ്ട്. എൻ്റെ യേശു നിന്നെ മറന്നിട്ടില്ല. അർത്ഥം, നിന്റെ ആവശ്യങ്ങൾക്കൊത്തവണ്ണമുള്ളത് ആ ഭവനത്തിനകത്ത് എൻ്റെ കർത്താവ് ചെയ്യുവാൻ പോകുക. തകർന്നു പോയ നിന്റെ കുടുംബജീവിതം പണിതുയർത്തപ്പെടുവാനുള്ളത്. അതേ, നിന്റെ ഭർത്താവ് തിരികെ വന്ന് നീ ജീവനുള്ള ഒരു സാക്ഷിയായി നിന്റെ കുടുംബജീവിതത്തിൻ്റെ തകർച്ച കണ്ടവരുടെ മധ്യത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം. പലരും ചോദിക്കുന്നുണ്ട്, എവിടെ നിന്റെ ദൈവം എവിടെ? നീ പ്രാർത്ഥിച്ചിട്ടെന്തായി? നീ ആരാധിച്ചിട്ടെന്തായി? പലർക്കും പ്രശ്നം പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ആരാധിക്കുന്നത് കൊണ്ട്, അയ്യോ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാ. ഭാരപ്പെടേണ്ട, അവർക്ക് പല ലക്ഷ്യങ്ങളുണ്ട്. ആമേൻ. ഓ സ്തോത്രം. നീ ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കാതെ, വിശ്വസ്തയോട് നിൽക്കാതെ, ലോകപ്രകാരം നിന്നാൽ അവർക്ക്
പല ലക്ഷ്യങ്ങളും സാധ്യമായി തീരും നിന്നിലൂടെ. നിന്നിൽ നിന്ന് ചൂഷകന്മാരുടെ കൂട്ടം കുറ്റം പറയും. നീ ദൈവത്തെ അറിഞ്ഞായിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നതാ, അവർ പറയുവാൻ പോകുക, നിനക്കൊരു ദൈവമുണ്ട്, ഇവൾക്കൊരു ദൈവമുണ്ട്. തകർന്നു പോയതിനെ പണിതുയർത്തുന്ന, നഷ്ടപ്പെട്ടു പോയെന്ന് ഞങ്ങൾ പറഞ്ഞ ഭർത്താവിനെ തിരികെ കൊണ്ടുവരുന്ന ഒരു ദൈവം ഇവൾക്കുണ്ട്. സഹോദരാ, നീ ജീവനുള്ള സാക്ഷിയായി, ജീവനുള്ള ദൈവത്തിന്റെ ജീവനുള്ള സാക്ഷിയായി നിൽക്കുവാൻ പോകുക. അതേ, നിന്റെ കുടുംബജീവിതം തകർന്നു പോയത് കണ്ടവർ, നീ ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നത്, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും അപമാനിക്കപ്പെടുന്നത് കണ്ടവർ പറയുവാൻ പോകുക, നിനക്കൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം. ഓ താങ്ക് ഗോഡ്. അവൻ ചിലത് മറന്നു കളയുക, ഭാരപ്പെടണ്ട. അയ്യോ ദൈവദാസനെ, വന്നുപോയി, വീഴ്ച വന്നുപോയി, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പാടില്ലാത്തത് എനിക്കറിയാം. അതൊക്കെ സംഭവിച്ചതാണ് ഇന്ന് എൻ്റെ ജീവിതം ഈ നരകതുല്യമായി തീർന്ന അവസ്ഥയിലായി തീർന്നത്. എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടായത് അങ്ങനെയൊക്കെ സംഭവിച്ചത് കൊണ്ടാണ്. അതെ, ഭർത്താവ് അത് ഓർത്ത് വെച്ചിട്ടുണ്ട്, ഭാര്യ അത് ഓർത്ത് വെച്ചിട്ടുണ്ട്, ഭർത്താവിൻ്റെ വീട്ടുകാർ ഓർത്ത് വെച്ചിട്ടുണ്ട്, ബന്ധുക്കൾ ഓർത്ത് വെച്ചിട്ടുണ്ട്, കുത്തുവാനുള്ള അവസരമായി അതിനെ പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ എൻ്റെ കർത്താവ് ഓർക്കത്തില്ല. നിൻ്റെ കുറവുകളെ എൻ്റെ കർത്താവ് ഓർക്കത്തില്ല. അവൻ നിൻ്റെ കുറവുകളെ മറന്ന് നിന്നെ ഓർക്കുന്നത് കൊണ്ട് തകർന്നു പോയ നിൻ്റെ ജീവിതം പണിതെടുക്കപ്പെടുവാൻ പോകുക. അതേ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കളെ എൻ്റെ യേശു ഓർക്കുന്നുണ്ട്. അയ്യോ, അവരിന്നായിരിക്കുന്ന അവസ്ഥ വല്ലാതെ ഭാരപ്പെടുത്തുക. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവിടെ ബർശേബ മരുഭൂമിയിൽ ഒരു മാതാവിൻ്റെ കണ്ണുനീർ നിന്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നത് പോലെ ഒലിച്ചിറങ്ങുകയാണ്. മകൻ മരണപ്പെടുന്ന അവസ്ഥയിലായിരിക്കുന്നു. ഹാഗർ എന്ന മാതാവ് നിലവിളിക്കുക, അയ്യോ ദൈവമേ, എൻ്റെ തലമുറയുടെ മരണം കാണുവാൻ എനിക്ക് വയ്യ. കരയുന്ന മാതാവ്, ഹാഗറേ നീ കരയുക. മദ്യത്തിലും മയക്കുമരുന്നുകളിലും മറ്റു പലവിധമാകുന്ന കൂട്ടുകെട്ടുകളിലും തകർന്നു പോകുന്ന നിന്റെ മക്കളെക്കുറിച്ച് ഓർത്ത്, അവർ നഷ്ടപ്പെട്ടു പോയി, അവരുടെ മരണം ഞാൻ കാണേണ്ടി വരുമോ? അവരുടെ തകർച്ച ഞാൻ കാണേണ്ടി വരുമോ? അവരുടെ നല്ല കാലം സ്വപ്നം കണ്ട് ഈ ഉള്ള കാലം മുഴുവനും ഞാൻ ജീവിച്ചു, ഇന്നതാ അവർ എനിക്ക് മുമ്പിൽ, എൻ്റെ കൺമുമ്പിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. ആ മരുഭൂമിയിൽ ആരും ഹാഗറിൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കുവാനില്ല. ഇസ്മായിലിൻ്റെ അപ്പനായ അബ്രഹാം ആ ശബ്ദം കേൾക്കുവാനില്ല. തൻ്റെ പ്രിയപ്പെട്ട യജമാന പത്നിയായ സാറ ആ ശബ്ദം കേൾക്കുവാനില്ല. തനിക്കൊപ്പം ആരുമില്ലാതിരിക്കുമ്പോഴും, തന്നെ എല്ലാവരും മറന്നു കളഞ്ഞപ്പോഴും, ഓ ഹാഗറിനെ ദൈവം ഓർത്തു. ഹാഗറെ, ദൈവം നിന്നെ ഓർക്കുന്നുണ്ട്, ദൈവം നിന്നെ മറന്നിട്ടില്ല. നിന്റെ കണ്ണുനീർ അവൻ കാണുന്നുണ്ട്. തലമുറകളെ അവൻ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. അതേ, ജീവനുള്ള സാക്ഷിയായി നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചവരുടെ മുൻപിൽ എൻ്റെ കർത്താവ് നിർത്തുവാൻ പോകുക. നിന്റെ തലമുറകളെ നിർത്തി അവൻ അവരെ അനുഗ്രഹിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അവർ പട്ടുപോയിക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരിക. ഓ താങ്ക് ഗോഡ്. മേൻ, അമ്മ, നിന്റെ കണ്ണുനീർ അത് വെറുതെ ആയി തീരത്തില്ല. ആരും കാണാത്ത ആ കണ്ണുനീർ, പ്രിയ മാതാവേ, എൻ്റെ യേശു കാണുന്നുണ്ട്. ആമേൻ. അവിടെ ഒരു ഉറവ അവൾ കാണുകയാണ്. തലമുറ അവിടെ വളരുവാൻ തക്കവണ്ണം, ആ മരുഭൂമിയിൽ തലമുറ വളരുവാൻ തക്കവണ്ണം, നീ ഇന്നായിരിക്കുന്ന വരണ്ട അവസ്ഥയിൽ പല ആഗ്രഹങ്ങളുണ്ട്. മക്കളെ ആ കോഴ്സിന് വിടണം, ആ നിലയിൽ അവരെ എത്തിക്കണം, ആ നിലയിലുള്ള വിവാഹം അവർക്ക് നടത്തി കൊടുക്കണം. പക്ഷെ കഴിയുന്നില്ല. വരൾച്ചയാണ്, വരണ്ട അനുഭവമാണ്. ആഗ്രഹിക്കുന്നത് പോലെ പലതും ചെയ്യുവാൻ കയ്യിലൊന്നുമില്ല. ഉറവ തുറക്കുക. നിന്റെ തലമുറകൾ നീ ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് നടത്തുവാൻ തക്കവണ്ണം, അവരുടെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്നത് പലതും ഉണ്ടായി കാണുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നീ ആയിരിക്കുന്ന മരുഭൂമിയുടെ സാഹചര്യത്തിൽ ഉറവ തുറക്കുക. ഓ താങ്ക് ഗോഡ്. വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുക്കുക. അതങ്ങനെ സംഭവിക്കുക. മാതാവേ, പിതാവേ, എൻ്റെ കർത്താവ് ഉറവ തുറക്കുക. ഓ ആമേൻ. ആ രാജ്യത്തിൻ്റെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക. ആ രാജ്യത്തിൽ അവർ വളരുവാൻ പോകുക. അവരുടേതല്ലാത്ത രാജ്യത്തിൽ, മരുഭൂമി അവരുടേതല്ല. പക്ഷെ അവിടെ ഹാഗറിൻ്റെ മകനായ ഇസ്മായേൽ വളർന്നു. ഹാഗറിൻ്റെ കണ്ണുനീർ ദൈവം കണ്ടതുകൊണ്ട് ബാലനെ ദൈവം ഓർത്തു. മാതാവേ, നിന്റെ കണ്ണുനീർ ദൈവം കണ്ടതുകൊണ്ട് നിന്റെ തലമുറയെ എൻ്റെ കർത്താവ് ഓർക്കുന്നുണ്ട്, യേശു ഓർക്കുന്നുണ്ട്. അവൻ അവിടെ വളരും. ഒരു പ്രതികൂലത്തിൻ്റെ വൻകാറ്റിനും അവനെ പറിച്ചു കളയുവാൻ കഴിയത്തേ ഇല്ല. അതേ, നീ ജീവനുള്ള സാക്ഷിയായി സഹോദര സഹോദരി, ആ ഡോക്ടർമാരുടെ മുമ്പിൽ രോഗിയായി നിന്നെ കണ്ടവരുടെ മുമ്പിൽ, എപ്പോൾ ഇവൻ്റെ ഭവനത്തിൽ നിന്ന് നിലവിളി ഉയരും എന്നത് കേൾക്കുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിന്നെ
സാക്ഷിയായി ദൈവം നിർത്തുവാൻ പോകുക. ജീവനുള്ള ദൈവത്തിന്റെ സാക്ഷിയായി അതേ സഹോദര സൗഖ്യമാക്കി നിന്നെ നിർത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ മരണകരമായ സകല രോഗബന്ധനവും ഇപ്പോൾ വിട്ടുമാറട്ടെ. സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുതകരം വിടുതലായി ചലിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു നിന്നെ സൗഖ്യമാക്കി നിന്നെ അറിയുന്നവരുടെ മുമ്പിൽ നിർത്തുവാൻ പോവുക. ആ കുറവുകളെ യേശു മറന്നു കളയുക. ഡോക്ടർമാർ പറഞ്ഞ് ചിരിക്കുന്ന, നിന്റെ ബന്ധുക്കൾ പറഞ്ഞ് പരിഹസിക്കുന്ന, അന്ന് അങ്ങനെ ജീവിച്ചതുകൊണ്ട്, നീ മദ്യപിച്ചതുകൊണ്ട്, പുകവലിച്ചതുകൊണ്ട്, അങ്ങനെ നീ ചെയ്തതുകൊണ്ട് ഇന്ന് നീ അതിൻ്റെ ഫലം അനുഭവിക്കുന്നു. അതേ, ലോകം അങ്ങനെ പറഞ്ഞു നിങ്ങളെ മാറ്റി നിർത്തുമ്പോൾ, അവർ രക്ഷപ്പെടുമ്പോൾ എൻ്റെ ദൈവം അങ്ങനെ പറഞ്ഞു നിന്നെ മാറ്റി നിർത്തത്തില്ല, അവൻ ചേർത്തു പിടിക്കും. വചനം പറയുന്നു അവൻ തൊട്ടവരും സൗഖ്യമാക്കി. മീൻസ് ദൈവം നിന്നെ ചേർത്ത് പിടിക്കുമ്പോൾ നീ സൗഖ്യമാകും. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ചിലർ സൗഖ്യമാകുക. അതിന് തക്കവണ്ണം യേശു ചിലരെ ചേർത്ത് പിടിക്കുക. താങ്ക് ഗോഡ്. ഞാനത് അറിയുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനത് കാണുക. എന്നെ കേൾക്കുന്ന ചിലരെ, രോഗികളായിരിക്കുന്ന ചിലരെ യേശു ചേർത്ത് പിടിക്കുക. അതെ, ആ ചേർത്ത് പിടിക്കലിൽ ചിലർ സൗഖ്യമാകിയ. യേശു മറന്നിട്ടില്ലെന്നേ. കടക്കാരിയായപ്പോൾ, കയ്യിലൊന്നുമില്ലാതെ വന്നപ്പോൾ എല്ലാവരും മറന്നു. അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ പുറത്ത് തട്ടിക്കുടഞ്ഞെടുത്ത് ആയുധമാക്കി കൊണ്ടുവരിക നിനക്കിട്ട് തരാൻ വേണ്ടി. എന്തോ വലിയ കാര്യം പറഞ്ഞല്ലേ പോയത്. ഞാൻ ബിസിനസ് ചെയ്ത് ആ സ്ഥാപനം നടത്തി, ആ കടയിട്ട്, ആ രാജ്യത്ത് പോയി. കഷ്ടത വന്നപ്പോൾ അതൊക്കെ ആയുധങ്ങളായി. അതൊക്കെ നിന്നെ മുറിപ്പെടുത്തുക. അമ്മേൻ അറിഞ്ഞും അറിയാതെയും വന്നുപോയതൊക്കെ മൂർച്ചയുള്ള ആയുധങ്ങളായി ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങുക. ചോര കിനിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെയും ബന്ധുക്കളുടെയും വാക്കുകൾ. ആരും എനിക്കൊപ്പമില്ല. വല്ലാതെ കരയുക, വല്ലാതെ ഭാരപ്പെടുക. മരിക്കുവാൻ പേടിയുള്ളത് കൊണ്ട് ജീവിച്ചിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുക. സഹോദര, സഹോദരി, ആരും നിന്നെ ഓർക്കുന്നില്ല. നിന്റെ ആവശ്യങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്നില്ല. ഭാരപ്പെടേണ്ട. എൻ്റെ യേശു നിന്നെ ഓർക്കുന്നുണ്ട്. ഓർക്കുവാൻ തക്കവണ്ണം നിന്റെ ജീവിതത്തിൽ ഇന്നലകളിൽ വന്നുപോയ കുറവുകളെ അവൻ മറന്നിട്ടുണ്ട്. അതെ, എൻ്റെ യേശു നിന്റെ കുറവുകളെ മറന്ന് നിന്നെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ബാധ്യതയിൽ നിന്ന് അവൻ പുറത്തു കൊണ്ടുവരും. ആ ഇല്ലായ്മയിൽ നിന്ന് അവൻ പുറത്തു കൊണ്ടുവരും. അതെ, എൻ്റെ യേശു നിന്നെ ഓർക്കുന്നത് കൊണ്ട് നീ ജീവനുള്ള സാക്ഷിയായി നിൽക്കുവാൻ പോകുക. ദൈവം മറക്കേണ്ടതിനെ മറക്കും. ലോകമോ ഓർക്കേണ്ടതിനെ മറക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിനെ ഓർത്തെടുത്ത് പുറത്തു വയ്ക്കും. എന്തൊരു ലോകമല്ലേ. അങ്ങനെ ഒരു ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കുവാനും സന്തോഷിക്കുവാനും വകയുണ്ട്. നമ്മുടെ ദൈവം നമ്മളെ ഓർക്കും. പ്രിയരെ, നിങ്ങളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളെക്കാൾ അധികം നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ട്. അവനതിന് പരിഹാരം വരുത്തും. അവൻ ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കും. ആ പ്രതിസന്ധികളിൽ നിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. തൻ്റെ ജനത്തെ ഒരു നാളും അവൻ കൈവിട്ടില്ല. ലോക ചരിത്രം അത് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു പുരാണ ഗ്രന്ഥമായി ലോക മതങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പുരാണ ഗ്രന്ഥമായി നമ്മുടെ വേദപുസ്തകം മാറിപ്പോകാത്തതിന് കാരണം ഇന്നും അത് സാക്ഷ്യങ്ങളുടെ പുസ്തകമായി തന്നെ ആയിരിക്കുന്നു. നീണ്ട 2000 വർഷങ്ങൾ സ്വന്തമായി കാൽ വയ്ക്കുവാൻ 1 ഇഞ്ച് മണ്ണ് പോലും ഇല്ലാതെ എല്ലാ ലോക രാജ്യങ്ങളിലും അലഞ്ഞു നടന്ന ദൈവത്തിൻ്റെ ജനമായ ഇസ്രായേൽ 2000 വർഷങ്ങൾക്കിപ്പുറം നൂറുകണക്കിന് തലമുറകൾക്ക് ശേഷം അവരെ കൂട്ടിവരുത്തി അവൻ അവരോട് ചെയ്ത വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു എങ്കിൽ അതിന് തക്കവണ്ണം അവരെ കൂട്ടിവരുത്തുവാനും വാഗ്ദത്തം നിവർത്തിച്ചു നൽകുവാനും തക്കവണ്ണം ദൈവം അവരെ ഓർത്തു എങ്കിൽ അതെ, നിന്നെയും എൻ്റെ കർത്താവ് ഓർക്കും. അവൻ നിന്നെ മറന്നു കളയത്തില്ല. അവൻ പറഞ്ഞതൊന്നും വെറുതെ ആയി തീരത്തില്ല. നിന്നോട് അവൻ പറഞ്ഞത്, അവനിൽ നിന്ന് നീ കേട്ടത് അതങ്ങനെ തന്നെ സംഭവിക്കും. അതിന് തക്കവണ്ണം ദൈവം നിന്നെ ഓർക്കുന്നുണ്ട്. അത് നീ മറന്നു കളയരുത്. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ആര് നിങ്ങളെ മറന്നാലും, ആര് നിങ്ങളെ ഇന്നലകളിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാലും ദൈവത്തെ അറിയുന്ന ഞങ്ങൾ മാറ്റി നിർത്തത്തില്ല. എൻ്റെ ദൈവം നിങ്ങളുടെ കുറവുകളെ കണക്കിടുന്നില്ല എങ്കിൽ ഞങ്ങൾ എന്തിന് കണക്കിടണം? ഞങ്ങൾ കണക്കിടത്തില്ല. ഞങ്ങൾക്കൊരു ദൈവത്തെ അറിയാം. അവൻ ജീവനുള്ള ദൈവമാണ്. അവൻ കുറവുകളെ അല്ല നോക്കുന്നത്, നിങ്ങളുടെ പ്രശ്നങ്ങളെ കണ്ട് നിങ്ങൾക്കവൻ പരിഹാരമുണ്ടാക്കുന്നവനാണ്. അതെ, ആ ദൈവത്തിൽ നിന്ന് പരിഹാരം പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. മറക്കാതെ കോൺടാക്റ്റ് ചെയ്യുക. എന്നാൽ കണ്ണടച്ചോ, ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ ഈ സമയം അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇതുവരുടെ അത്ഭുതത്തിൻ്റെ ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. ഇവരായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവേ, അങ്ങ് ഇവരെ വീണ്ടെടുക്കണമേ. അപ്പാ, ലോകം ഇവരെ മറന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഓർക്കേണ്ടവർ ഇവരെ മറന്നിരിക്കുന്നു. അപ്പാ, അങ്ങ്
ഇവരുടെ കുറവുകളെ മറന്ന് പ്രശ്നങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് ഇവരെ അങ്ങ് വീണ്ടെടുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ. രോഗികളായി ഭാരപ്പെടുന്നവരെ അങ്ങ് സൗഖ്യമാക്കി. യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ പുനർനിർമ്മിക്കപ്പെടുക. പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുക. ആമേൻ. ജോലി സംബന്ധമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ജോലിയില്ലാതെ ചില വർഷങ്ങളായി ഭവനത്തിനകത്തായിരിക്കുന്നവർ സഹോദര പ്രാർത്ഥിക്കുക. സഹോദരൻ നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ജോലി കിട്ടുക. ആ തടസ്സം മാറുക. ആമേൻ. ജീവനുള്ള സാക്ഷിയായി നിനക്കൊരു ദൈവമുണ്ടെന്ന് ലോകം വിളിച്ചു പറയുവാൻ തക്കവണ്ണം കർത്താവ് നിന്നെ ജോലിക്കാരനാക്കി മാറ്റുവാൻ പോകുക. നിനക്ക് ജോലി ഉണ്ടാകുവാൻ പോകുക. അതേ ജോലി സംബന്ധമായ സകല പ്രതികൂലങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അഡ്മിഷൻ കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അഡ്മിഷനുകൾ കിട്ടട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. MOH, OET റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വിശാലത അവർ അനുഭവിക്കട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. എല്ലാ പാപ പ്രവൃത്തികളും, എല്ലാ തെറ്റായ പ്രവൃത്തികളും തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. മദ്യപാന, വ്യഭിചാര, വെറുക്കൂത്തുകൾ തലമുറകളിൽ നിന്ന് മാറിപ്പോകട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേൻ. ആമേൻ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കും മാതാവേ. തകർന്നു പോയ കുടുംബജീവിതം പണിയപ്പെടുക. നിന്റെ ഭർത്താവ് മടങ്ങി വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി എല്ലാ ദാരിദ്ര്യവും മാറുവാൻ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ഇല്ലായ്മകളും മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം കർത്താവ് വഴികളെ തുറക്കുക. തകർന്നു പോയ ആത്മീയ ജീവിതങ്ങൾ പണിതുയർത്തപ്പെടുക. ആമേൻ. പ്രാർത്ഥനയുള്ള മക്കളായി മക്കൾ മാറുക. ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഭവന പ്രാർത്ഥനകൾ ഉണ്ടാകുവാൻ പോകുക. താങ്ക് ഗോഡ്. ബിസിനസ്സുകൾ, കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കുക. സ്തോത്രം. നഷ്ടത്തിലായിരിക്കുന്നത് ലാഭത്തിൽ വരിക. സഹായികൾ ഒരുങ്ങപ്പെടുക. വിദേശത്തും സ്വദേശത്തും ജോലി സംബന്ധമായി ബാധിക്കപ്പെട്ടവർ, വിസ പ്രോബ്ലങ്ങൾ അനുഭവിക്കുന്നവർ, സ്പോൺസർമാരില്ലാതെ ഭാരപ്പെടുന്നവർ വിടുവിക്കപ്പെടട്ടെ. കഷ്ടത സമ്മാനിക്കുന്ന ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി മാറട്ടെ. സകല വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയട്ടെ. പണികൾ പൂർത്തിയാക്കപ്പെടട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. സ്തോത്രം. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അനുഗ്രഹമാക്കി പരിപാലിക്കും. അങ്ങ് ഇവരെ ഓർത്തത് കൊണ്ട്, ഇവർക്ക് വേണ്ടിയത് നൽകിയത് കൊണ്ട് അടിയനങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.